മൂസ നബിയും ഫറോവയും ക്രോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് സെയിം റിവറാണ്. മൂസ നബി ക്രോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിവർ രണ്ട് സൈഡിലേക്കായി മാറി നിന്നുകൊണ്ട് അവർക്കൊരു വേ ഒരുക്കുന്നുണ്ട്. എന്നാൽ ഫറോവ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആ റിവർ അതിന്റെ യഥാസ്ഥാനത്തേക്ക് വന്നിട്ട് അവരെ മുക്കിക്കളയുന്നുണ്ട്. നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും മൂസ നബി ക്രോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ഏതൊരു സാഹചര്യത്തിലും തന്റെ ക്രിയേറ്റർ തനിക്കൊരു വേ ഓപ്പൺ ആക്കും എന്നുള്ള ക്രിയേറ്ററിലുള്ള വിശ്വാസം കൊണ്ടാണ്. എന്നാൽ ഫറോവ ആ മുന്നിൽ കണ്ടിട്ടുള്ള പാത്തിനെ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നോക്കിയാൽ മനസ്സിലാവും, പല സാഹചര്യങ്ങളിൽ നമ്മൾ ക്രിയേറ്ററിലേക്ക് നമ്മളുടെ വിശ്വാസം അർപ്പിക്കാറുണ്ട്, ചില സമയങ്ങളിൽ നേരെ മറിച്ച് നമ്മൾ പാത്തുകളിലേക്കും വിശ്വാസം അർപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വിജയിക്കുന്നത് നമ്മളുടെ ക്രിയേറ്ററിലേക്ക് വിശ്വാസം അർപ്പിക്കുമ്പോഴാണ്. നമ്മൾ നമ്മളുടെ ക്രിയേറ്ററിൽ വിശ്വാസം അർപ്പിച്ച് ഒരു കാര്യം നേടിയെടുക്കാൻ പോവുകയാണെങ്കിൽ, ഒരു വഴിയിൽ ഇറങ്ങുകയാണെങ്കിൽ, അവിടെ നമ്മൾ പോലും വിചാരിക്കാത്ത പല വേകളും പല പാത്തുകളും നമുക്ക് ഓപ്പൺ ആക്കി വരും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പാത്തുകളിലും മാത്രമാണ് വിശ്വാസം അർപ്പിച്ച് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ പാത്ത് നമ്മളുടെ ചതിക്കാനും സാഹചര്യമുണ്ട്, അതല്ലെങ്കിൽ ചാൻസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ചില ചരിത്ര സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ കഥ മാത്രം വായിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് അതിലുള്ള ഒരു ഉൾക്കാഴ്ച, അതല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് കൂടെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ആയിരിക്കും അതിന്റെ ഗുണപാഠം എന്ന് പറയുന്നത്, അതിന്റെ ആ ഒരു സത്ത് കിടക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്.